Hello, my dear friends. Welcome back to our channel. It's me, John. You're watching JC Joe. ഇന്ന് നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നത് ഫിനഹാസ് AG അവർകളാണ്. അപ്പം ഫിനാസ് നമ്മുടെ കൂടെയുണ്ട്. ഫിനാസിനെ പരിചയപ്പെടുത്തുന്നതിന് മുമ്പായിട്ട് വീണ്ടും ഞങ്ങൾ ഇൻവൈറ്റ് ചെയ്യുകയാണ് നമ്മുടെ ഇന്ത്യ ബൈബിൾ കോളേജ് ആൻഡ് സെമിനാരിയുടെ 26-ാം തീയതി നമ്മുടെ ഗ്രാജുവേഷനാണ്. നിങ്ങൾ ഏവരെയും ഞാൻ പ്രാരംഭത്തിൽ തന്നെ ക്ഷണിക്കുകയാണ്. അപ്പം നമ്മുടെ ഫിനാസ് ഇവിടെ എത്ര വർഷമായിട്ട് ഇവിടെ ഉണ്ടെന്ന് ഫിനാസിനെ പരിചയപ്പെടുത്തും. ഫിനാസ് എത്ര വർഷമായിട്ട് കോളേജിലുണ്ട്? ഞാനിവിടെ 5 വർഷമായിട്ട് പഠിക്കുന്നുണ്ട്. 5 വർഷമായിട്ട് ഇവിടെ തന്നെയായിരുന്നു 5 വർഷം പഠിച്ചത്? 2021 ജോയിൻ ചെയ്തു. 21 ഏത് കോഴ്സാണ് ജോയിൻ ചെയ്തത്? ഞാൻ BTech കോഴ്സിനെ ജോയിൻ ചെയ്ത് ഇവിടെ ആദ്യമായിട്ട്. BTech-നായിരുന്നു. ഓക്കെ. ഇപ്പം പ്രസന്റ്ലി ഇപ്പൊ ഞാനിപ്പോ MD. ഓക്കെ. അപ്പം BTech-ന് ഇന്ത്യ ബൈബിൾ കോളേജ് സെമിനാരിൽ ജോയിൻ ചെയ്ത് 3 വർഷം കംപ്ലീറ്റ് ആക്കി. ഇപ്പം MDU തേർഡ് ഇയറിലാണ്. അപ്പം MDU സെക്കൻഡ് ഇയറിലാണ് ജോയിൻ ചെയ്തത് അല്ലേ? ഓക്കെ. അപ്ഗ്രേഡ് കയറി വരുന്നു. അപ്പോൾ അങ്ങനെ 5-ാം വർഷമാണ് ഇപ്പം ഇന്ത്യ ബൈബിൾ കോളേജ് ആൻഡ് സെമിനാരിയിൽ. അപ്പോൾ ഈ ഒരു 5 വർഷത്തിൽ ഫിനാസിന്റെ ലൈഫിലുണ്ടായ ആ ഒരു എക്സ്പീരിയൻസ് ആണ് നമുക്ക് ഇന്ന് ഇവരോട് പറയുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പം ഫിനാസിന്റെ ലൈഫിൽ ഉണ്ടായ ആ ഒരു ചേഞ്ച്, ബൈബിൾ കോളേജ് വന്നതിന് ശേഷം ഉണ്ടായ ആ ഒരു ചേഞ്ച്, ഫിനാസ് എന്തായിരുന്നു ഇതിനു മുമ്പ്? ബൈബിൾ കോളേജ് വരുന്ന മുമ്പ് എന്ത് ചെയ്യായിരുന്നു? ഞാൻ പഠിക്കാറുന്നു. ഞാൻ BA ഹിസ്റ്ററി കൊടുങ്ങല്ലൂർ പഠിക്കാറുന്നു. കൊടുങ്ങല്ലൂർ BA ഹിസ്റ്ററി ആയിരുന്നു അല്ലേ? അപ്പം BA ഹിസ്റ്ററിയിൽ നിന്ന് ഒരു കോഴ്സിൽ നിന്ന് ബൈബിൾ കോളേജിലേക്ക് ആ ഒരു ചേഞ്ച് എന്തായിരുന്നു, ആ ഒരു ട്രാൻസിഷൻ? ആ സമയത്ത് ഞാൻ ദൈവത്തെ വിട്ട് ഒരുപാട് ഇങ്ങനെ അകന്നു പോയി ജീവിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ആ സമയത്ത് ദൈവമായിട്ടുള്ള ഒരു കണ്ടുമുട്ടൽ എൻ്റെ ജീവിതത്തിൽ നടന്നു. അതിനുശേഷം 1.5 വർഷത്തോളം ഞാൻ വീട്ടിലെ പിതാവിനോട് കൂടെ മിനിസ്ട്രിയിലൊക്കെ സഹായിച്ചു. പിന്നെ ഇവിടെ വരാനുള്ള തീരുമാനം എടുത്ത് അങ്ങനെ ഇവിടെ വന്നു. ഓക്കെ. അപ്പൊ ജീവിത അനുഭവമാണ് ഫിനാസിനെ ഈ ഒരു ബൈബിൾ കോളേജ് എന്ന് പറഞ്ഞല്ലേ ദൈവിക വഴിയിലേക്ക് നയിക്കാനിടയായത്. ആ ഒരു എക്സ്പീരിയൻസ് ചുരുക്കം ഭാഗത്തൊന്ന് പറയാമോ? എങ്ങനെയായിരുന്നു ആ ലൈഫ്? എങ്ങനെയായിരുന്നു അതിൽ നിന്ന് മാറ്റമുണ്ടായ ഒരു അനുഭവം ജസ്റ്റ് ഒന്ന് പങ്കുവയ്ക്കാം, നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടി ഒന്ന് പങ്കുവയ്ക്കാമോ? നിങ്ങളുമായിട്ട് ഞാനത് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ പേര് ഫിനോസ് കേട്ടതാണ്. ഞാൻ തൃശ്ശൂരാണ് ജനിച്ചത്. എൻ്റെ പിതാവൊക്കെയും ദൈവ വേലയുടെ ഭാഗമായിട്ട് അവിടെ IPCയിൽ വർക്ക് ചെയ്യാണ്. അങ്ങനെ ഒരു ദിവസം ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, അന്ന് 2018 ഞാൻ അവിടെ ജോയിൻ ചെയ്ത് കോളേജിൽ കൊടുങ്ങല്ലൂര്. ആ സമയത്ത് ഒരുപാട് BA ഹിസ്റ്ററി ആ കോഴ്സിന് ജോയിൻ ചെയ്ത് അങ്ങനെ 2020 സെക്കൻഡ് ഇയർ കംപ്ലീറ്റ് ഞാൻ അവിടെ പഠിച്ചു. പക്ഷെ അതിൻ്റെ ഇടയിൽ തന്നെ ഞാൻ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ഇടപെടുകയുണ്ടായി. ഒന്ന് പാർട്ടി, പിന്നെ ലഹരികളിലൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം ദൈവം എൻ്റെ ജീവിതത്തിൽ ദൈവികമായൊരു ഇടപെടൽ എൻ്റെ ജീവിതത്തിൽ നടന്നു. അതാണ് എന്നെ ബൈബിൾ കോളേജിലേക്ക് ഇവിടേക്ക് കൊണ്ടുവരേണ്ടതിനെ കുറിച്ച് ഞാൻ ഉറങ്ങുമ്പോൾ ദൈവശബ്ദം കേട്ടിട്ടാണ് ഇങ്ങനെ വരുന്നതാണ് എൻ്റെ ജീവിതത്തിൽ. ഇങ്ങനെ ദൈവം ഇടപെട്ടു. മുമ്പേ അവൻ രാജ്യവും നീതി അന്വേഷിച്ചു, മത്തായി 6:33. അങ്ങനെ അത് കേട്ടു. അത് കേട്ട എൻ്റെ ജീവിതത്തിൽ ഞാൻ തീരുമാനം എടുത്തു, ഇനി പ്രയോറിറ്റി ദൈവത്തിന് കൊടുക്കണം. അങ്ങനെ എടുത്ത തീരുമാനത്തിലാണ് ഞാനിവിടെ വന്നത്. ഓക്കെ. അപ്പം ഫിനാസിന്റെ ജീവിതം അനേക യുവാക്കൾക്ക് ഒരു മാതൃകയാകുന്ന അല്ലെങ്കിൽ ഒരു ഇൻസ്പിറേഷൻ ആകുന്ന ലൈഫ് സ്റ്റോറിയാണ് ഫിനാസിൻ്റെത്. ഡീറ്റെയിൽ ആയിട്ടുള്ള ടെസ്റ്റ് മണി വരുന്ന ആളുകളിൽ അനുവദിക്കുവാണെങ്കിൽ നമ്മുടെ ചാനലിലൂടെ നമ്മൾ പുറത്ത് വിടുന്നതായിരിക്കും. അപ്പോൾ ഫിനാസിന് ഈ ഒരു കോളേജ് വന്നതിന് ശേഷം, ഇന്ത്യ ബൈബിൾ കോളേജ് സെമിനാരി വന്നതിന് ശേഷം നമ്മുടെ കോളേജിനെ കുറിച്ച് ഉള്ള ഒരു ലെഗസി ഉണ്ടല്ലോ, ആ ലെഗസിയിൽ ഏറ്റവും പ്രിയപ്പെട്ട അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്ന ആ ഒരു പ്രത്യേകത എന്താണ് എടുത്തു പറയാനുള്ള പ്രത്യേകത എന്താണ്? ഈ കോളേജിൽ കടന്നു വന്നപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഇവിടുത്തെ അധ്യാപകനാണ്. പ്രധാനപ്പെട്ടതായിട്ട് ഞങ്ങളെ പഠിപ്പിക്കുന്ന അധ്യാപകനാണ് അജീഷ് സാറ്. എന്ന് വെച്ചാൽ അവർക്ക് നമ്മളെ കുറിച്ചുള്ള ഒരു എക്സ്പെക്ടേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ മിനിസ്ട്രിയിൽ നമ്മളിവിടെ എവിടെയെങ്കിലും എത്തും. അവർക്ക് നമ്മളുള്ള ആ ആഗ്രഹം നമ്മൾ എന്ത് ചെയ്യും, പഠിക്കാനായാലും മുന്നോട്ട് പോകുമ്പോഴും ഒക്കെയും എൻ്റെ ജീവിതത്തിൽ ഇവിടെ നിലനിർത്താൻ എന്നെ സഹായിച്ചിട്ടുണ്ട്. ദൈവകൃപ അത് ഏറ്റവും കൂടുതൽ എന്നെ പ്രചോദനമുണ്ട്. പിന്നെ മിഷൻ ചാപ്പലുകൾ, മിഷൻ എംഫസിസ്, പിന്നെ ഫാസ്റ്റിംഗ് പ്രയർ, എല്ലാ മാസവും ഫാസ്റ്റിംഗ് പ്രയർ ഉണ്ട്. ഇതൊക്കെയും പിന്നെ എല്ലാ ബുധനാഴ്ച ഇവിടെ ഫാസ്റ്റ് മീറ്റ് പ്രയറുണ്ട്. അത് കുട്ടികൾ തന്നെയാണ് ലീഡ് ചെയ്യുന്നത്. അതെല്ലാം എന്നെ എന്ത് ചെയ്തു ആത്മീയമായിട്ട് വളരാനും നമ്മളെ ദൈവത്തോട് അടുക്കാനും മിനിസ്ട്രിയിൽ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യാനൊക്കെ സഹായിച്ചു. ഫിനാസ് ബൈബിൾ കോളേജ് വരുന്നതിന് മുമ്പ് എങ്ങനെയായിരുന്നു? ബൈബിൾ കോളേജ് വന്നതിന് ശേഷം ഉണ്ടായ ഒരു വ്യത്യാസം? ഇപ്പോൾ ഈ പറഞ്ഞ പോലെ എല്ലാ ബുധനാഴ്ചയും കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ ഇവിടുത്തെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ തന്നെയാണ് ലീഡ് ചെയ്യുന്നത്. അപ്പം അതൊക്കെ എത്രമാത്രം ഫിനാസിനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, ഫിനാസിനെ ഗ്രോത്തിന് ലൈഫിൽ? ഒരു ഐ ബിലീവ് ഞാൻ ഭയങ്കര ഇൻട്രോവേർട്ട് ആയിരുന്നു. ബൈബിൾ കോളേജ് വന്നതിന് ശേഷമാണ് ഇച്ചിരി കൂടെ ഒന്ന് ആക്റ്റീവായിട്ട് സംസാരിക്കാനും ആൾക്കാർ ഇടപെടാനൊക്കെ ഞാൻ തുടങ്ങിയത്. അപ്പം അതിനെയൊക്കെ എങ്ങനെയാണ് ഫിനാസിൻ്റെ ലൈഫിൽ അതെങ്ങനെയാണ് ആ ഒരു കാര്യം സംഭവിച്ചത്, വ്യത്യാസം? ഇതുപോലെ തന്നെയാണ് ഞാനും ഒരു മറ്റുള്ളവരോടൊക്കെ ഒരു അന്തർമുഖനായി തന്നെ ഉണ്ടായിരുന്ന ആളാണ്. ഇൻട്രോവേർട്ടായിരുന്ന ആളാണ്. എനിക്ക് മറ്റുള്ള ആൾക്കാരോട് സംസാരിക്കാനും പേടിയായിരുന്നു. സ്റ്റേജിൽ കയറാൻ വേണ്ടിയൊക്കെ പേടിയായിരുന്നു. പിന്നെ ഇവിടെ ഞങ്ങൾക്ക് ഇങ്ങനെ അവസരം കിട്ടാറുണ്ട്. 1-2 തവണ ഇവിടെ ഞാൻ അന്ന് ഹെബ്രോനിലായിരുന്നു. ഞങ്ങളവിടെ മാറ്റി ഒരു 2 മാസക്കാലം ഞാൻ അവിടെ താമസിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഞങ്ങളിവിടെ അന്ന് ഇവിടെ
ഒരുപാട് വിദ്യാർത്ഥികളാണ്. ആ സമയത്ത് 120 പേരെ ബോയ്സ് ഹോസ്റ്റലിൽ പറ്റത്തുള്ളൂ. അപ്പോൾ 120 മുകളിലുള്ളതുകൊണ്ട് ഞങ്ങൾ ഒരു 20 പേര് ഹെബ്രോണിൽ 2 മാസം നിൽക്കും. അങ്ങനെയാണ് ഇങ്ങനെ മാറി മാറിയായിരുന്നു നിൽക്കാറുണ്ടായിരുന്നത്. ആ സമയത്ത് എനിക്ക് ഒരുപാട് അവിടെ ഞങ്ങൾ കുറച്ച് പേരുള്ളതുകൊണ്ട് ഒരു 3-4 തവണയൊക്കെ അവസരം ഇങ്ങനെ ഒരു സെമസ്റ്റർ തന്നെ കിട്ടും പ്രീച്ച് ചെയ്യാനൊക്കെ. അതൊരുപാട് സഹായിച്ചു. പിന്നെ ഇവിടെ ആണെങ്കിൽ ലീഡ് ചെയ്യാൻ വേണ്ടി, ചാപ്പൽ ലീഡ് ചെയ്യാൻ വേണ്ടി, പ്രസംഗിക്കാൻ വേണ്ടി, അതൊക്കെ ഞാൻ മുഴുവനായിട്ടൊരു പൂർണ്ണമായിട്ട് ഇത് എനിക്ക് പറ്റിയെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ എന്നാലും ദൈവം ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് കാര്യങ്ങളൊക്കെ. ഇപ്പോൾ ബൈബിൾ കോളേജ് വന്നത് ഫിനാസിന്റെ ജീവിതത്തിൽ അനുഗ്രഹം തന്നെയായിരുന്നല്ലേ. അപ്പം ഫിനാസ് ആക്ച്വലി പുറത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ കാണികൾക്ക്, നമ്മുടെ വ്യൂവേഴ്സിന് ഇഷ്ടംപോലെ പേർക്ക് ഡൗട്ട് ഉണ്ട് ബൈബിൾ കോളേജിൽ ആവശ്യകത എന്താണ്. കാരണം ബൈബിൾ കോളേജ് വരാതെ തന്നെ മിനിസ്റ്റർ ചെയ്തു, നമ്മുടെ പിതാക്കന്മാരൊക്കെ മിനിസ്റ്റർ ചെയ്തു. ബൈബിൾ കോളേജ് വരേണ്ട ആവശ്യകത എന്താണെന്നുള്ളൊരു ചോദ്യം ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. അപ്പം ആ ഒരു ചോദ്യത്തെക്കുറിച്ച് ഫിനാസിന്റെ ഒരു നിലപാട് അല്ലെങ്കിൽ ഒരു സജഷൻ എന്താണ്? അത് തീർച്ചയായിട്ടും ബൈബിൾ കോളേജിൽ പഠനം നമുക്ക് ഇപ്പോൾ ബൈബിൾ കോളേജിൽ പഠിക്കാത്തൊരു ദൈവദാസൻ അല്ലെങ്കിൽ പഠിക്കാത്തവർക്ക് മിനിസ്ട്രിയിൽ അവരുടെ ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഠിക്കണം എന്നായിരിക്കും. കാരണം പക്ഷെ ഇവിടെ വന്ന് പഠിക്കുന്ന കുട്ടികൾക്ക് മെയിനായിട്ട് ആഗ്രഹം ഇവിടെ പഠിച്ചില്ലെങ്കിൽ ആൾക്കാർ പുറത്ത് മിനിസ്ട്രി ഉണ്ടല്ലോ, ഇവിടെ അങ്ങനെ തന്നെ ചിന്തയുണ്ട്, അവർക്ക് അങ്ങനെ ചെയ്യാലോ എന്നാണ്. പക്ഷെ എപ്പോഴും തിയോളജിക്കൽ എഡ്യൂക്കേഷൻ എന്താണ് വളരെ അത്യാവശ്യം. കാരണം ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ചർച്ചിലൊക്കെ ഒരുപാട് ദുരുപദേശം, ഒരുപാട് കാര്യങ്ങളൊക്കെയും കണ്ടു. അപ്പം നമുക്ക് വചനം അറിഞ്ഞില്ലെങ്കിൽ നമുക്ക് അതിനോട് എന്ത് ചെയ്യാൻ പറ്റില്ല, അവരോട് സംസാരിക്കാനോ അവനോട് എതിർത്ത് നിൽക്കാനോ അല്ലെങ്കിൽ ഒന്നും നമുക്കറിയാം. നമ്മൾ കണ്ടന്റ് നമുക്ക് വീട്ടിലിരുന്നാലും ബൈബിൾ പഠിക്കും, ബൈബിളാണ് കണ്ടന്റ്. പക്ഷെ ഇവിടുത്തെ കോണ്ടെക്സ്റ്റ് പഠിക്കാൻ വേണ്ടി നമ്മൾ ബൈബിൾ കോളേജ് വരുന്നത്. നമുക്ക് അതിൻ്റെ പശ്ചാത്തലം, കാര്യങ്ങൾ, ബൈബിൾ എഴുതിയ സെമിറ്റിക് ലാംഗ്വേജ്, അതെല്ലാം ഇവിടെ പഠിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, കൂടുതലായിട്ട് വചനം പഠിക്കാനൊക്കെ നമുക്ക് സഹായിക്കും. അപ്പം ഫിനാസ് പറഞ്ഞു വരുന്നത് ഡെപ്ത് ആയിട്ടുള്ള ഒരു സ്റ്റഡി വേണമെങ്കിൽ ബൈബിൾ കോളേജ് വരണമെന്ന് തന്നെയാണ് അല്ലേ. അപ്പം ബൈബിൾ കോളേജ് വന്നു കഴിഞ്ഞാൽ ഡെപ്ത് ആയിട്ടുള്ള സ്റ്റഡി കിട്ടും. അത് തീർച്ചയായിട്ടും നമ്മൾ മിനിസ്റ്റർ ചെയ്യുമ്പം അത് ഹെൽപ്ഫുൾ ആയിരിക്കും. സോ അപ്പം ഞങ്ങളെ കാണുന്ന, വീക്ഷിക്കുന്ന നിങ്ങളോട് പറയാനുള്ള ആ ഒരു സന്ദേശം അതാണ്. ബൈബിൾ കോളേജ് സ്റ്റഡി എന്ന് പറയുന്നത് അതൊരു വ്യത്യസ്തതയാർന്ന പഠനമാണ്. ഇപ്പോൾ ഫിനാസ് പറഞ്ഞ പോലെ തന്നെ ഒരു ഡീപ്പായിട്ട് എന്താണ് ബൈബിൾ റിയലി മീൻ ചെയ്തേക്കുന്നത്. നമ്മൾ വായിക്കുമ്പോൾ ഒരു പെരിഫറലായിട്ട് നമ്മൾ വായിക്കുമ്പം പല അർത്ഥങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരും. പക്ഷേ ബൈബിൾ എന്താണ്, അല്ലെങ്കിൽ ബൈബിളിന്റെ പശ്ചാത്തലം എന്താണെന്ന്, അതിന്റെ പിന്നാമ്പുറം എന്താണെന്നൊക്കെ നമ്മൾ ഒരു തിയോളജിക്കൽ സ്റ്റഡിയിലേക്ക് പോകുമ്പോൾ അതിന്റെ വേർഡ് സ്റ്റഡി പിന്നെ അതിനെ സിസ്റ്റമാറ്റിക്കലി പഠിക്കുമ്പോഴാണ് അതിന്റെ എക്സാക്റ്റ് ആയിട്ടുള്ള മീൻ നമുക്ക് ഡ്രോ ഔട്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അതിനായിട്ട് ഹെർമനോട്ടിക്സ്, ഹോമിലിറ്റിക്സ് പാർട്ട്, നമ്മുടെ അപ്ലിക്കേഷൻ പാർട്ട് വരുമ്പോൾ ഹോമിലിറ്റിക്സ് പാർട്ട്, ഇങ്ങനെ കുറേ കാര്യങ്ങൾ പഠിക്കുവാനായിട്ട് ബൈബിൾ കോളേജ് സഹായിക്കും. അപ്പം അത് ആർക്കെങ്കിലും അങ്ങനെ ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു ഡൗട്ടിനെ ക്ലാരിഫൈ ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ബൈബിൾ കോളേജ് സ്റ്റഡീസിനെ കുറിച്ച് ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ അതിനുള്ള റെസ്പോൺസ് തരുന്നതായിരിക്കും. അപ്പം അതുപോലെ ഫിനാസ്, മറ്റൊരു കാര്യം, നമ്മുടെ ബൈബിൾ കോളേജ് ഏകദേശം ഡെക്കേഡ്സ് ആയല്ലേ ആരംഭിച്ചിട്ട്. അപ്പം ഈ ഒരു ബൈബിൾ കോളേജ് ആരംഭിച്ച് നമ്മുടെ കെ എബ്രഹാം അപ്പച്ചൻ്റെ ആ ഒരു വിഷൻ ഇപ്പോഴും നമ്മുടെ വത്സനങ്ങൾ അത് കൊണ്ടുപോകുന്നുണ്ട്. അവരുടെ ഫാമിലി, എൻ്റെ ഫാമിലി അതിനെ നല്ലൊരു രീതിയിലേക്ക് നയിക്കുന്നുണ്ട്. അപ്പം ആ ഒരു ലീഡർഷിപ്പിൽ നിന്ന് പഠിക്കാൻ പറ്റിയ ഒരു ചെറിയ ഒരു 1-2 പാഠങ്ങൾ എന്തൊക്കെയാണ്, ജസ്റ്റ് ഒരു ചുരുക്കമായിട്ട് പറയാം. ഒത്തിരി ഉണ്ട് നമുക്ക്, പക്ഷെ എന്നാലും ചുരുക്കമായിട്ട് ഒരു ലീഡർഷിപ്പിൽ നമുക്ക് പഠിക്കാൻ പറ്റിയ, അല്ലെങ്കിൽ നമ്മുടെ വ്യൂവേഴ്സിന് പറഞ്ഞു കൊടുക്കാൻ പറ്റിയ ആ ഒരു ക്വാളിറ്റി എന്താണ് ഇവിടെ ഇൻഫ്രാസ്ട്രക്ചർ പോലെയുള്ള? ഇവിടെ എല്ലാം നമുക്ക് മറ്റു കോളേജിൽ വെച്ച് നോക്കുമ്പോൾ ഞങ്ങളുടെ ബൈബിൾ കോളേജിൽ ഇവിടെ ഒന്നും ഞങ്ങൾക്ക് ലാഗ് ആവത്തില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് പഠിക്കുക എന്നൊരു ഉത്തരവാദിത്വം മാത്രമേ ഉള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുക, ഫുഡിൻ്റെയോ എന്ത് കാര്യത്തിനും ഇവിടെ നമുക്കൊരു ഹോസ്റ്റലിൽ ഒരു മെയിൻ്റെനൻസ് വന്നാലും എന്ത് വന്നാലും ഒന്നും ലാഗ് ആവത്തില്ല. എല്ലാം എന്താണ് വളരെ പെട്ടെന്ന് തന്നെ നമ്മളപ്പോൾ തന്നെ അവരെന്ത് ചെയ്യും, ചെയ്ത് തരും. പിന്നെ എല്ലാ കാര്യങ്ങളും സിസ്റ്റമാറ്റിക് ആയിട്ടാണ് ഇവിടെ നടക്കുന്നത്. ഇവരുടെ ഇപ്പോൾ ഞങ്ങളുടെ ഇവിടെ ഓരോ പുതിയ ഈ കഴിഞ്ഞ വർഷമാണ് ലേഡീസ് ഹോസ്റ്റൽ ഒന്നും കൂടെ പുതുക്കി. എല്ലാവരും നേരത്തെ പ്ലാൻ ചെയ്തിട്ട് അതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം എല്ലാം അത് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ ഒരു നോർമൽ ഫീസ് കൊടുത്തിട്ട് നമുക്ക് പഠിക്കുമ്പോൾ ഇത്രയും നല്ല ഒരു ഇതിൽ എവിടെയായാലും പഠിക്കാൻ പറ്റത്തില്ല. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ ആണെങ്കിൽ ഹോസ്റ്റൽ സൗകര്യം, ഫുഡിൻ്റെ ആണെങ്കിലും ഇവിടുത്തെ പഠിക്കാനുള്ള കാര്യങ്ങളാണ്, ലൈബ്രറി ആണെങ്കിലും എല്ലാം എന്ത് ചെയ്യും, ഇവർ വളരെ നന്നായിട്ടാണ് നമുക്ക് ഒരുക്കിയിരിക്കുന്നത്. അത് നമ്മൾക്കായാലും വരുന്ന എനിക്ക് മാത്രമല്ല, വരുന്ന അനേകം പേർക്കും അതെന്ത് ചെയ്യും, അതുപോലെ തന്നെ അങ്ങനെ ചെയ്തു വെച്ചിട്ട് പിന്നെ അവർ നോക്കാതിരിക്കുന്നില്ല, കണ്ടിന്യൂ അവരെന്ത് ചെയ്യുന്നു, അത് റിന്യൂ ചെയ്യാനും അതെന്ത് ചെയ്യുന്നു, മെയിൻറ്റെയിൻ ചെയ്യാനും നോക്കുന്നുണ്ട്. അത് വളരെ നല്ല. ഓക്കെ, അത് ലീഡർഷിപ്പിന് നല്ലൊരു ക്വാളിറ്റി തന്നെയാണ് അല്ലേ. ജസ്റ്റ് ഒരു തുടക്കം മാത്രമല്ല, അതിനെ സസ്റ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനുള്ള ആ ഒരു ഇനിഷ്യേറ്റീവ്. അപ്പം ഞങ്ങളുടെ കോളേജിനെ കുറിച്ചും ഫിനാസിൻ്റെ ജീവിതത്തിൽ നിന്നൊക്കെ ഉള്ള ഉൾപ്പെടുത്തിയ ഒരു വീഡിയോ ആണ് നമ്മൾ പ്ലാൻ ചെയ്തത്. അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തുടർന്ന് ഞങ്ങളുടെ സ്റ്റുഡൻസിൻ്റെ ലൈഫ് സ്റ്റോറീസ്, അതുപോലെ ഞങ്ങളുടെ കോളേജിൻ്റെ അപ്ഡേറ്റ്സ്, കൂടാതെ ആത്മീയമായുള്ള കുറേ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനയും നിങ്ങളുടെ സപ്പോർട്ടും അതിന് ആവശ്യമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരെ സൈനിങ് ഔട്ട്, JC John. Bye. Bye.
സി യു.